ഇപ്പം നമ്മളെവിടെ കുഞ്ഞി ചാലക്കുടി. തൃശ്ശൂരല്ലേ? തൃശ്ശൂരിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ചാലക്കുടി ആ, അങ്കമാലിയൊക്കെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ റൂട്ട് എങ്ങനെയാണ്? ഇനി നമ്മൾ അങ്കമാലി കഴിഞ്ഞിട്ട് നമ്മൾ തൊടുപുഴ ചെന്ന് ഇടുക്കി കയറും. അതാണ് നമ്മുടെ റൂട്ട്. അപ്പം നമ്മൾ എന്നത്തിന് വന്നായിരുന്നു? നമ്മൾ പുതിയ കാർ വാങ്ങാനായി വന്നതാണ്. ആണോ? നമ്മളങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു ഓട്ടോമാറ്റിക് വണ്ടി വാങ്ങിക്കണമെന്നല്ലേ? അതെ, അമ്മയ്ക്ക് മാനുവൽ ഓടിക്കാൻ അമ്മയ്ക്ക് ഒരു ഇതില്ല. അപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്തില്ല. വാങ്ങിക്കാനായിട്ട് നമ്മൾ തൃശ്ശൂർ വരെ പോയതാണ്. ആ, തൃശ്ശൂർ നമ്മൾ ഫോക്സ് വാഗൻ്റെ ഒരു യൂസ്ഡ് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഫോക്സ് വാഗൻ്റെ അമ്മിയോ? ഓട്ടോമാറ്റിക് അമിയോ ഒരു കാർ നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതെ, അമ്മയൊന്നും വന്നിട്ടില്ല കേട്ടോ. ആരൊക്കെയാ വന്നേ? ഞാന്, ചേട്ടാച്ചൻ, അച്ഛ. ഇത്ര നാളുകളായിട്ട് രാത്രി 2 മണി എന്ന് പറഞ്ഞൊരു സമയമൊന്നും കണ്ടിട്ടുള്ള ആൾക്കാരല്ല അല്ലേ? അതെ അതെ, ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നല്ലോ. ഇന്നലെ കിടക്കാൻ നേരം 11 മണിയായി. എന്നിട്ട് 11 മണിക്ക് ഉറങ്ങിയിട്ട് 11:50 ആയപ്പോ എങ്ങനെ എഴുന്നേറ്റു. പിന്നെ തിരിഞ്ഞു കിടന്നിട്ടും ഒന്നും ഉറക്കം വരുന്നില്ല. എന്നിട്ട് കിടക്കും, കണ്ണടയ്ക്കും. എന്നിട്ട് ഉറങ്ങാതിരുന്ന് 1 മണി കഴിഞ്ഞു. എന്നിട്ട് 1:50 ആയപ്പോഴാ അച്ഛനെ ഒന്ന് വിളിച്ച വെളുപ്പിനെ. അപ്പൊ രാത്രിയിലത്തെ ഉറക്കക്ഷീണമൊക്കെ കിടപ്പുണ്ട് നമുക്ക്. കിടന്ന് ഉറങ്ങി തീർന്നു. ബസ്സേല് ഞാൻ എങ്ങനെ ഉറങ്ങി കുഞ്ഞി? എന്റെ മടി കിടന്നുകൊണ്ട് നീ ഉറങ്ങി. ഞാൻ എന്നാലും ഭയങ്കര കുലുക്കം പോലെ ആയിരുന്നു. വളവും തിരിഞ്ഞ് ഇടുക്കിയിലെ റോഡല്ലേ. പിന്നെ ആകെപ്പാടെ ഒന്ന് നേരെ ആയത് നമ്മൾ ആ തൊടുപുഴ ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ. ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരത്തിന് മുന്നേ നമുക്ക് കയറി ചെല്ലണം. തിരിച്ചു പോയേക്കാം. പിന്നെ പോയേക്കല്ലേ? പോയേക്കാം. ഇനിയേ ഇതുണ്ടോ, റബ്ബറാ മൊത്തം കേട്ടോ. റബ്ബറിന്റെ നാട്ടിൽ നിന്ന് നമ്മൾ ഇനിയും വീണ്ടും ഏലത്തിന്റെ നാട്ടിലോട്ട് കയറുക. അതെ അതെ. സ്ഥലം ഏതാണെന്നറിയോ? സ്ഥലം എവിടെയാണ്? കുടയത്തൂര്. കുടയത്തൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് ഇത്. കുടയത്തൂർ ഇവിടെ ഒത്തിരി ഫിലിമിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ആ താഴെവശമൊക്കെ ലെഫ്റ്റ് സൈഡൊക്കെ കണ്ടോണേ, ഞാൻ നമ്മളെ നിർത്താം. ഇതല്ലേ? അതുകൊണ്ട് അവിടെ കണ്ടോ, ഈ മലങ്കര ഡാമിന്റെ വെള്ളം ഒക്കെ കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. നല്ല രസമാണ് കാണാൻ. നമുക്ക് അപ്പുറം നിർത്താവേ. അപ്പം നമ്മള് കുടയത്തൂരൊക്കെ കഴിഞ്ഞ് നമ്മള് മൂലമറ്റമായി കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ടാ? കട്ടപ്പനയാണോ? നമുക്ക് കട്ടപ്പന റൂട്ടേ പോകണം. അതായത് ചെറുതോണി, പൈനാവ്, ചെറുതോണി, ഇടുക്കി, കട്ടപ്പന. നേരെ പോയാൽ നമുക്ക് മൂലമറ്റം ടൗണിലോട്ട് പോകും. നമ്മൾ ഇതിലെ തിരിഞ്ഞ് കയറി ലെഫ്റ്റ് കയറി ഇതുകൊണ്ട് ആ വലിയ മലയൊക്കെ കണ്ടോ? ആ മലയെല്ലാം കയറി വേണം ഇനിയും പോവാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റം തുടങ്ങുക. അയ്യോ, ആ വലിയ മല മുഴുവൻ കയറണല്ലേ? വലിയ മലയെല്ലാം കയറി വേണം മേളിൽ ചെല്ലാൻ. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനുണ്ടല്ലോ കാലാവസ്ഥ അങ്ങ് മാറാൻ തുടങ്ങും. ഇവിടെ നല്ല ചൂടല്ലേ. അങ്ങോട്ട് മേലോട്ട് ചെല്ലും തോറും നല്ല തണുപ്പേലോട്ടാവും. ഇവിടെ എല്ലാം റബ്ബർ തോട്ടമാണ് മൊത്തം. മേലോട്ട് ചെല്ലുമ്പോൾ ഏലവും തേയിലയൊക്കെ ആവും. പയ്യെ മാറി പോയേക്കാം. പിന്നെ നമുക്ക് കണ്ട് അങ്ങ് പോവാം. ഇതുണ്ടോ, ഇന്നാളെ ആൻറ്റിയമ്മയൊക്കെ വന്നപ്പം നടുക്കൊരു കിണറുണ്ടെന്ന് പറഞ്ഞ വഴിയില്ലേ, ഇതാണ് റോഡിന് നടുക്കത്തെ കിണർ. ഇതായിരുന്നല്ലേ? ഈ റൂട്ടിലാണ് കേട്ടോ. അതായത് പൈനാവ് മൂലമറ്റം റോഡിലാണ്. റോഡിനടുക്ക് കിണർ. അച്ഛ കപ്പ മേടിക്കാൻ പോകുന്നു. കപ്പ എന്നാ വില ഏട്ടാ? 110. ഒരു സാമ്പിൾ ഇനി വരുമ്പോൾ എടുക്കാം. എനിക്ക് 2 കിലോ തന്നാൽ മതി. ചക്ക വയ്ക്കാൻ വെച്ചേക്കുന്നതാണോ? ചക്ക എന്നാ വില? നമ്മൾ ഈ മൂലമറ്റത്തു നിന്ന് മേളിലോട്ട് കയറി വരുമ്പോഴേ ഇവിടെ ഈ കുരുതിക്കളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ കുരുതിക്കളം കഴിഞ്ഞ് തൊട്ട് മേളിലേക്ക് കയറി വരുമ്പം ഇതുണ്ട്, ഈ ഇടത്തെ സൈഡിൽ കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ കപ്പ പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ച കപ്പ, 1 കിലോ കപ്പ, ഉണക്ക കപ്പ. ഇവിടെ ഒത്തിരി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇവിടെ ഈ തേന്, കാട്ടുതേന്, പിന്നെ കോടംപുളി, സാധാരണ പുളി, ചക്ക. ഒരു ചക്കയുടെ വില ഞാൻ ചോദിച്ചേ, ചക്ക വേണമെന്നൊക്കെ അമ്മ പറഞ്ഞായിരുന്നു. പക്ഷെ വില കേട്ടപ്പം വേണ്ടെന്ന് വെച്ചു. 35 രൂപ 1 കിലോയ്ക്ക്. 1 കിലോയ്ക്ക് ഉണ്ട് ഒരു ചക്ക. നമ്മൾ ഒരു ചക്ക വയ്ക്കുന്നത് 20-നും 10-നും ആണല്ലോ അവിടെ. അപ്പം 35 രൂപയായി ചക്കയുടെ വില പറഞ്ഞത്. ഇതുണ്ടോ, ഇതാണ് ഇവിടെ ഈ നമ്മൾ മേളിൽ കയറി വരുമ്പോഴേ
കുളമാവിന് മുന്നേ ആയിട്ട് നാടുകാണി വ്യൂ പോയിന്റ് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടേ. ഇവിടെ നിന്ന് കയറിയിട്ട് പോകാം കേട്ടോ. പോയി നോക്കാം. അതിൽ നല്ല രസമാണ്. നമുക്ക് മൂലമറ്റം ടൗൺ ആ ഭാഗമെല്ലാം മൊത്തം കാണാം. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അവിടുത്തെ സ്ഥിതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നമ്മൾ ഇന്നാളൊന്നും വന്നല്ലായിരുന്നു വെച്ചേ. ഇന്നാൾ ഒരു പ്രാവശ്യം വന്നാ നമ്മള്. ഇവിടെ നിന്ന് നോക്കിയാലേ താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ പോയിന്റ് ആണ്. നോക്കാം. ഈ താഴെ കാണുന്നുണ്ടല്ലോ, എല്ലാം മൂലമറ്റം ടൗണ്. അതുകൊണ്ട് അത് കണ്ടോ, അതിന്റെ പവർ സ്റ്റേഷനൊക്കെ കണ്ടോ. നമ്മൾ വന്ന വഴിയാണോ ഇതൊക്കെ? വഴിയതായി അതില് ആ ടൗണില്ല നമ്മൾ വന്ന്, നമ്മൾ അവിടെ നിന്ന് കയറി വന്നത്. കണ്ടോ ആ കവല കണ്ടോ, അവിടെ നമ്മൾ ഇങ്ങനെ കയറിയായി വന്നത്. നമ്മള് താഴെ ഹൈറ്റിലാ. താഴെ നമ്മൾ കണ്ട മലയുടെ മണ്ടയിലായി നമ്മളിപ്പോ. ഇപ്പൊ നമ്മൾ ഇതിന്റെ മേളിലാവുന്നു നിൽക്കുന്നത്. കൊള്ളാലേ? എങ്ങനെയുണ്ട് ബോബി? പാർക്കോ എപ്പോഴും ഈ മറ്റേ കുഞ്ഞു സാധനം കാണുമ്പോ അതേ ഒന്നും നിരങ്ങിയില്ലേ, ഒരു സമാധാനം ഇല്ലെന്ന് പറഞ്ഞു അല്ലേ. എന്നാ വീട്ടിലോട്ട് നേരത്തെ ചെന്നില്ലെങ്കിൽ അമ്മ ഓടിക്കും. ഇത് കണ്ടോ, ഇതാണ് കുളമാവ് ഡാമിന്റെ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്കുള്ള വ്യൂ ആ കേട്ടോ. നല്ല അടിപൊളിയല്ലേ കാണാൻ? അതെ, ഞങ്ങൾ ഇതുവഴിയാന്ന് തോന്നുന്നു എറണാകുളത്തിന് സ്കൂൾ ടൂർ പോയി. നിങ്ങൾ പോയത് ഇതിലെയാണോ? ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നല്ലേ. കണ്ടോ, രണ്ട് ചേട്ടന്മാരവിടെ, ഒരാൾ വള്ളത്തിൽ ഒരാൾ അല്ലാതെ മീൻ പിടിക്കുന്നുണ്ട്. കണ്ടോ, കൊള്ളാം അല്ലേ? കൊള്ളാം. നമ്മൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോ ഉണ്ടല്ലോ, കറക്റ്റ് കുളമാവ് ഡാമിന്റെ മേളിൽ കൂടാണ് ഇനി നമുക്ക് പോകണ്ടേ വണ്ടി. എല്ലാം ഇനിയിപ്പോ അങ്ങോട്ട് മൊത്തം ഫുള്ള് വനമാ. നമ്മള് പൈനാവ് എത്തുന്നിടം വരെ വനം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ചില ആൾക്കാർ താമസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കൂടുതലും അതാ. ഇതുണ്ടോ കുളമാവ് ഡാമായി കേട്ടോ. ഇതുവഴി തന്നെയാ ഞങ്ങൾ ടൂർ ഇതുവഴിയാ പോയെ. നിങ്ങൾ ടൂർ പോയ വഴിയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പിന്നെ കൊണ്ടുവരുമല്ലായിരുന്നല്ലോ. ഇതുവഴി ഇതുവഴിയാണോ പോയെ? ഓർക്കുന്നുണ്ട്. അത് കൊള്ളാം. നല്ല സ്ഥലമല്ലേ, നല്ല സ്ഥലമാണ് അല്ലേ? ഇതുണ്ട് കുളമാവ് ഡാം. എന്താ ഈ സൈഡിലാ ഡാമിലെ വെള്ളം, അത് ഡാമിന്റെ താഴ്ഭാഗം. ഇങ്ങോട്ടല്ലേ വെള്ളം കിടക്കുന്നേ? അത് കണ്ടോ, ആ ഭാഗം കണ്ടോ, അത് കണ്ടോ, ഏറ്റവും അങ്ങേറ്റത്ത് കണ്ടോ ഒരു സാധനം ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു കപ്പൽ പോലെ. കാണാമോ? അത് ഇവിടെ എന്തോ ഡാമിലെ സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്ന റിസർച്ച് സെന്റർ ആയിരിക്കും. അതിങ്ങനെ വെള്ളത്തിന്റെ ആഴം എത്ര ഉണ്ടെന്ന് നോക്കാനും അതിനൊക്കെ ആയിട്ട് ഓരോരോ സംവിധാനങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയേക്കുന്ന. അതുകൊണ്ടോ ഡാമിന്റെ വെള്ളം എല്ലാം കുറഞ്ഞേ, മൊത്തത്തിൽ വെള്ളം കുറവായിട്ടല്ലേ കാണുന്നേ. ഐലൻഡ് പോലെ. ഇപ്പൊ ഈ സമയം ഇനിയിപ്പോ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും, മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കിനും, ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കിനും വെള്ളം കുറേ ഇനിയും താഴും. അതാ നമ്മൾ മുമ്പേ കണ്ടില്ലേ ഒരു സാധനം അങ്ങുണ്ട്, ഒരു കപ്പൽ പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. കണ്ടോ? അത് ഇതിനകത്തൂടെ എല്ലാം പോയിട്ട് ഈ ഇടുക്കി ഡാമിന്റെ പല പല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് ഇതിനെ കുറിച്ചൊരു പഠനം നടത്താനൊക്കെ ആയിട്ടൊക്കെ. ഇതിന്റെ അകത്തൂടെ പോയാൽ അതിനെ മുഴുവൻ പോകാവോ? ഇതിനകത്തൂടെ അവർ കൊണ്ടുവന്നുണ്ട്. അതായത് ശാസ്ത്രജ്ഞന്മാരൊക്കെ പോകുന്നതാന്ന് തോന്നുന്നു. അപ്പുറം വേറെ ബോട്ടിംഗ് ഉണ്ട്, അത് നമുക്കൊക്കെ പോകാവുന്ന. അല്ല, ഇത് കണക്റ്റഡ് ആണോ ഇടുക്കിയായിട്ടും എല്ലാം? പിന്നെ എല്ലാം കണക്റ്റഡാ. ഇനിയും നമ്മളുണ്ടല്ലോ, ഇവിടുന്ന് ഇനിയും ചെല്ലുന്നത് നമ്മള് കളക്ടറേറ്റ് ഉണ്ട്, കുയിലിമല എന്ന് പറയുന്ന സ്ഥലം. ഇടുക്കിയുടെ കളക്ടറേറ്റ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കുയിലിമല. നല്ല ആംബിയൻസ് ഉള്ള വഴിയല്ലേ? അതെ, നല്ല ക്ലീൻ റോഡും കണ്ടോ, നല്ല അടിപൊളി രസം. ഇതിലെ വരാനുണ്ടല്ലോ, നേരത്തെ ഞങ്ങള് ലോറിയൊക്കെ ആയിട്ടില്ല വരുമായിരുന്നു, ലോഡും കൊണ്ടൊക്കെ വരുമ്പോ രാത്രിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അന്നേരം ഇത് കൂട്ടം നല്ല റോഡാണോ? അന്നേരം റോഡ് പക്ഷെ ഇത് BMBC ഒക്കെ ആയിട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായില്ല. അന്നേരം ഇങ്ങനത്തെ അല്ല, സാധാ ടാറിങ് ഒക്കെ ആയിരുന്നു. എന്നാലും വരാൻ നല്ല രസമായിരിക്കും. അതെ, രാത്രിയിലൊക്കെ വരുമ്പോഴേ ചിലപ്പോ മൃഗങ്ങളൊക്കെ കാണും. ഈ വഴിയല്ല, അപ്പുറത്ത് വഴി വേറൊരു വഴിയുണ്ട്, അതിലേ വന്നാലും ചിലപ്പോൾ ആനയൊക്കെ കാണും. കുളമാവ്, പിന്നെ വേറൊരു വഴിയുണ്ട്, നമ്മൾ നേരിമംഗലം, കോതമംഗലം, അങ്ങോട്ടാ രാവിലെ ആ വഴിയാ രാത്രി പോയത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോ അങ്ങോട്ട് വണ്ടി എടുക്കാൻ പോയി ആ വഴി ആണേലും വരുമ്പം ആനയൊക്കെ കാണും. കഴിഞ്ഞോ കാടൊന്നും കഴിഞ്ഞില്ല. ഇത് കണ്ടോ, ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന ഒരു സ്ഥലമുണ്ട്, ഉപ്പൂന്നെന്നും പറഞ്ഞ്. അത് നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. നമുക്ക് ഇടയ്ക്ക് ഒരു സമയം ചമ്മച്ചിയൊക്കെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് അതിലേ പോയി അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇല്ലെങ്കിൽ വിഷയമാകും. ഇനി അവരെ കൂട്ടാതെ അതിലെങ്ങാനും പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി. ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് നല്ല സ്ഥലമാണ്, അവിടെ ഒന്ന് പോകണം ഇടയ്ക്ക്.
അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാം, ഇല്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നം വരും. അറിയാമുണ്ട് ചൂട് പോയത്. നല്ല തണുപ്പായി. അതുകൊണ്ടാ കുഞ്ഞി ഒരു KSRTC വരുന്നുണ്ടോ, തൊടുപുഴയ്ക്കുള്ള വണ്ടിയാ. ഈ ഭാഗത്ത് ആന റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നേരത്തെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഉള്ളതാ. പുലിയും എല്ലാം കാണും. പേടിയുണ്ടോ? രാത്രി വരണം. രാത്രി എന്തോരം ആൾക്കാർ പോകുന്നു. ആനയെ കണ്ടാൽ നമ്മൾ ആനയൊന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ വഴിയെ പോയാൽ മതി. ആനയുടെ വഴിയെ നോക്കുള്ളൂ. അതെ, ഇവിടുന്ന് ഒരു ശക്കല മുന്നോട്ട് ചെല്ലുമ്പോഴാണ് കേട്ടോ നമ്മൾ കളക്ട്രേറ്റിന്റെ സ്ഥലമാണ് കേട്ടോ. കുയിലിമല എന്ന് പറയുന്ന സ്ഥലം. ആ കാണുന്നതൊക്കെയാണ് കളക്ട്രേറ്റ്. ഇവിടെയാണ് സിവിൽ സ്റ്റേഷൻ, കളക്ട്രേറ്റ് ഒക്കെ. എത്തി. ഇത് ആ ബിൽഡിംഗ് ഉണ്ടോ, കണ്ടോ? കളക്ട്രേറ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? ഈ ബസ്സില്ലേ, ഈ ബസ് കട്ടപ്പന, ചെറുതോണി, കളക്ട്രേറ്റ് ഒക്കെ വരുന്ന വണ്ടിയാണോ സിവിൽ സ്റ്റേഷൻ ഇടുക്കി. ഇതിപ്പോ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് പൈനാവിലോട്ടാണ് ചെല്ലുന്നത്. ഇതാണ് പൈനാവ് കേട്ടോ. പൈനാവുന്ന് ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് പോകണം കളക്ട്രേറ്റ് ഇരിക്കുന്ന സ്ഥലം. പൈനാവെന്ന് പറയുന്നുണ്ടെങ്കിലും പൈനാവെന്ന് ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോകണം നമ്മൾ തൊടുപുഴ റൂട്ടില്. കാട് പോലെ അതൊക്കെ ഉണ്ട്. അതെ ഇനിയിപ്പം നമുക്ക് നേരെ ചെല്ലുന്നത് ഇടുക്കിയിലോട്ട് ചെല്ലും. ഇടുക്കി ഡാം. ഇടുക്കി ഡാമിൻ്റെ അതിലെയാണ് നമുക്കിനി കട്ടപ്പനയ്ക്ക് പോകേണ്ടത്. ഈ വഴി നേരെ ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ടായിരുന്നു. ചെറുതോണി ഇടുക്കി. ചെറുതോണി പോണോ? ചെറുതോണി ഡാമിൽ പോണോ? അതുവഴിയല്ലോ നമുക്ക് കാണുന്നതൊക്കെ ഡാമിലെ വെള്ളങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മളേ ഇടുക്കി ഡാമിലോട്ട് നേരെ പോകുന്ന വഴിയുണ്ടോ? കണ്ടോ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. നേരെ ഇടുക്കി ഡാമിൻ്റെ മേളിലോട്ട് ആ വഴി പോകുന്നത്. നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞ് ചെറുതോണി വഴി ഇടുക്കി ഡാമിൻ്റെ മുൻവശത്തുകൂടെ, അതായത് നമ്മുടെ മകേഷിൻ്റെ പ്രതികാരവും അതിനകത്തൊരു ഗ്രൗണ്ടൊക്കെ കാണിക്കുന്നില്ലേ, ആ വഴിയാണ് നമ്മൾ നേരെ കട്ടപ്പനയ്ക്ക് പോകും കേട്ടോ. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അത്. ഇതാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. വലത്തെ അത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഇടുക്കി നഴ്സിംഗ് കോളേജിന്റെ വണ്ടിയാണ്. അങ്ങനെ നമ്മളെ വന്ന് നമ്മൾ തിരിച്ച് ചെറുതോണി വരെ ആയി കേട്ടോ. ഇതാണ് ചെറുതോണി ടൗൺ. ആ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ എല്ലാം മൊത്തം വെള്ളമൊക്കെ കയറി പഴയ പാലം എല്ലാം മൊത്തം പോയതായിരുന്നു. നമ്മളന്ന് പ്രളയത്തിലൊക്കെ കണ്ടില്ലേ. ഇതാണ് ചെറുതോണി പുതിയ പാലം. നമ്മൾ രാവിലെ വന്ന് പോയത് ഇത് കണ്ടോ, ഇതിലെ ലെഫ്റ്റ് അങ്ങോട്ടാ പോയത്. ഇതാണ് ചെറുതോണിയിലെ പുതിയ പാലം കണ്ടോ. പഴയ പാലം ഇതിന്റെ അടിയിലായിരുന്നു, ചെറിയ പാലമല്ലായിരുന്നു. അതിന് മേളിൽ കൂടെയാണ് പ്രളയത്തിൽ വന്ന് വെള്ളമെല്ലാം കയറി ഒഴുകിയത്. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് പണിത ചെറുതോണി പാലമാണിത്. ആ മലയൊക്കെ കണ്ടോ, ആ മലയ്ക്ക് അപ്പുറത്താണ് ഇടുക്കി ഡാം. ഈ മലയില്ലേ, ഈ മലയ്ക്ക് ആ സൈഡിലാണ് ചെറുതോണി ഡാം. രണ്ട് മലയാണ്. അപ്പുറത്തെ സൈഡ് ഇടുക്കി ഡാം. അപ്പൊ ഈ ഇടുക്കി ഡാമിന് ഷട്ടർ ഉണ്ടോ? ഇടുക്കി ഡാമിന് ഷട്ടർ ഇല്ല. ചെറുതോണി ഡാമിനാണ് ഷട്ടർ ഉള്ളത്. ഇടുക്കി ഡാമിന് ഷട്ടർ ഇല്ല. ചെറുതോണി ഡാമിനാണ് ഷട്ടർ ഉള്ളത്. ഇടുക്കി ഒരു 2 മലയ്ക്ക്, അതുപോലെ തന്നെ ഇപ്പുറത്തെ മലയ്ക്കാണ് ചെറുതോണി ഡാം. ഈ ചെറുതോണി ഡാമിന്റെ മേളിൽ കൂടെയാണ് നമ്മൾ ഇടുക്കി ഡാമിന്റെ മേളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചെറുതോണിക്ക് ഷട്ടർ ഉള്ളത്. ചെറുതോണിയുടെ ഷട്ടർ തുറക്കുമ്പോഴാണ് ഇതിലെ വെള്ളം ഒഴുകി പോകുന്നത്. ഒരിടത്ത് തന്നെയാണ് വെള്ളമെല്ലാം സ്റ്റോറിങ്. രണ്ട് സൈഡിലായിട്ടാണ് ഡാം എന്നുള്ളത്. കുഞ്ഞിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും. ഒന്നുറങ്ങി വീണു. അതെ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നവരുടെയൊക്കെ ഉറങ്ങിപ്പോവുക. എന്നാ ചെയ്യാനാണോ കുഞ്ഞി? എന്നാ പറ്റി? ഒന്നുറങ്ങി വീണിട്ട് ഫോൺ താഴെ പോയി. ആണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇടുക്കിയിൽ അങ്ങ് നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാം. ആ ക്ഷീണം അങ്ങ് മാറും കേട്ടോ.
ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ടൂറിസം ഗ്രാമം എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ, ഇടുക്കി ടൂറിസത്തിന്റെ. നല്ല രസമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടാണ് കണ്ടോ, ഈ പിള്ളേരെ കളിക്കുന്ന ഗ്രൗണ്ടില്ലേ, മഹേഷിന്റെ പ്രതികാരം. ഇതാണ് മഹേഷിന്റെ പ്രതികാരം. കാണാൻ നല്ല രസമില്ലേ? കാണാൻ നല്ല രസമാണ്. നീ ഇതിലെ വന്ന് കണ്ടില്ലായിരുന്നോ രാത്രി? ഇല്ല, രാത്രിയായിരുന്നു. രാത്രി വന്നപ്പോ ഇവിടെ നിർത്തിയില്ലല്ലേ? ഇല്ല, നിർത്തിയില്ല അവര്. കൊള്ളാല്ലേ? കൊള്ളാം, നല്ല അടിപൊളിയാ. നല്ല വ്യൂ അല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഡാം കാണാൻ നല്ല രസമല്ലേ? ചായ കുടിക്കണോ? കുടിച്ചേക്കാം. ഒരു ചായ കുടിക്കാം അല്ലേ? ക്ഷീണമല്ലേ? അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. അതെ, വിജയപൂർവ്വം തൃശ്ശൂർ മുഴുവൻ കറങ്ങി. അല്ല, തൃശ്ശൂരിൽ നിന്നും വണ്ടിയായി നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു വീട്ടിൽ. അപ്പൊ അമ്മയും അച്ഛമ്മച്ചിയൊക്കെ വിളിക്കാം, നോക്കിയിരിക്കുമായിരിക്കും കേട്ടോ. വായോ വായോ വായോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടോ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴേ 2 പേര് കയറി വണ്ടിക്കകത്ത് ഇരുന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാന്നൊക്കെയാ പറയുന്നത്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ലല്ലേ? ഇനി ഞങ്ങൾക്ക് 2 പേർക്കൂടെ പോകാലോ. അത് കുഴപ്പമില്ല. അതെല്ലാവരും എനിക്കറിയാം ഇതിങ്ങനെ വരത്തുള്ളൂ. വാഹന പൂജയ്ക്ക് നമ്മൾ പോവാ കേട്ടോ. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പൂജിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി വാഹന പൂജയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ മാനുവലൊക്കെ ഓടിക്കും, ഒരു കുഴപ്പമില്ല, ഏത് വണ്ടി ഓടിക്കാം. പക്ഷേ ഇങ്ങേർക്ക് മാനുവൽ ഓടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇച്ചിരി പണി കൂടുതൽ, കാരണം ക്ലച്ച് ചവിട്ടാൻ പോകണം, ഗിയർ മാറാൻ പോകണം, മടിയാ. ഇത് ഓടിച്ചാളെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഓട്ടോമാറ്റിക് എടുത്തേക്കാന്നൊക്കെ നേരത്തെ മല ഇങ്ങനെ പറഞ്ഞിട്ട്, എന്നാ പിന്നെ ഒരെണ്ണം ഒത്തു കിട്ടിയപ്പോൾ ഒരെണ്ണം പോയി എടുത്താ. അത്രേ ഉള്ളൂ. ഇന്ന് പൂജ മുതൽ ഇനിയിപ്പോ അങ്ങോട്ട് വേണേ ഓടിച്ചോണം, നമ്മള് സൈഡിൽ ഇരിക്കും. പൂജയ്ക്കാൻ പോകുമ്പോ നീ എടുത്താ പേടിയാണ്. അമ്മ കയറ്, അവള് കയറി ഡ്രൈവിംഗ് സീറ്റ് ഇരിപ്പുണ്ട്. അമ്മ കയറ്, ഞാൻ കയറിക്കോളാം, ഞാൻ പുറകെ ഇരുന്നോളാം. ഇന്ന് പോലെ ഞാൻ പുറയില്ല. കേറിയിരിക്കും. നീയും കയറിക്കോ. പോയേക്കാം, ഞാൻ നടന്നു വന്നോളാം. അങ്ങനെ ഫോക്സ് വാഗന്റെ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ പൂജയ്ക്ക് പോവുക. അമ്മയും മോളും കൂടെ മുന്നിലിരിപ്പുണ്ട്. നമ്മൾ ആണുങ്ങളൊക്കെ പുറകിലും കയറി. അതെ, നിങ്ങൾക്ക് പിൻ സീറ്റിലാണ് സാധനം, നിങ്ങൾ പുറകെ ഇരുന്നാൽ മതി. ഞങ്ങൾ ഓടിച്ചോളാന്നാ പറഞ്ഞത്. അച്ഛമ്മച്ചിക്കും ചെറിയ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ അമ്മേ? ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയാലേ വണ്ടി ചിലപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെന്ന് വരും. അത് ശരിയാ, ചിലപ്പോ നമ്മളെ കാണത്തില്ല, വണ്ടി ചിലപ്പോ എപ്പോഴും ഓട്ടത്തിലായിരിക്കും. അതെ. എന്നെ പഠിപ്പിച്ചാ പിന്നെ ഞാൻ വണ്ടി കൊണ്ട് പോവോ? വേറെ വണ്ടി വേണേ എടുത്തോണം. എന്നാ പിന്നെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. തിരിച്ചൊക്കെ എടുത്തല്ലോ. പിന്നെ അതിനാടാ അമ്മ വണ്ടി ഓടിച്ചല്ലോ. ആൽത്തറയ്ക്ക് ഇപ്പുറത്തൂടെ തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഇങ്ങോട്ട് നിർത്തിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് നമ്മളെ അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് നമ്മൾ പൂജയ്ക്കുള്ള പരിപാടികളൊക്കെ റെഡിയാക്കി എല്ലാം നമ്മൾ തിരുമേനിയൊക്കെ വന്ന് നമ്മൾ വാഹനമൊക്കെ ഒന്ന് പൂജിച്ചൊക്കെ തന്നു. ഇപ്പോൾ കണ്ണൂർക്കാരോ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാഹനമാണ്. ഏതായാലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണൂർക്കാരൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. കണ്ണൂരിൽ നിന്ന് നേരെ ഇടുക്കി ജില്ലയിലോട്ട്, കണ്ണൂരിൽ നേരെ നമ്മൾ അവനെ ഇടുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ആളും നല്ല ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് തീരുമാനത്തിൽ എടുത്താണ്. അങ്ങനെ നമ്മൾ വാഹന പൂജകളൊക്കെ നടന്നു. കുഞ്ഞിയും പോപ്പിയൊക്കെ ഹാപ്പിയായി, അമ്മച്ചിയും ഹാപ്പിയായി. കുഞ്ഞിക്കായിരുന്നു ഭയങ്കര നിർബന്ധം, വണ്ടി എടുക്കണമെന്ന്. ഏതായാലും കുഞ്ഞിന്റെ ആഗ്രഹം സാധിച്ചു. ഇനി ഓട്ടോമാറ്റിക് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതും കിട്ടിയല്ലോ. ഇനി വണ്ടി ഓടിച്ചോണ്ട് വന്നാൽ മതിയല്ലോ. ഇനിയിപ്പോ ധൈര്യമായിട്ട് പോകാം. മറ്റേതാകുമ്പോ അതിന്റെ അത്രയും പണിയില്ലല്ലോ. ഇത് അതെന്തൊക്കെ നോക്കിയാലോ, ക്ലച്ച്, ഗിയർ, ബ്രേക്ക്, പിന്നെ അങ്ങനെ ഇല്ല, ഒരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നല്ല വെള്ള കളറും, എനിക്ക് വെള്ള കളർ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്തായാലും ഐശ്വര്യമായിട്ട് പൂജയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് അടുത്ത യാത്രകളൊക്കെ ഇതിലാകാം. നമ്മുടെ പഴയ വണ്ടി പണിത് എല്ലാതും നിറക്കണം. അതെ, അവനെ ഒന്ന് പണിതെടുക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.